എറണാകുളത്ത് MDMA-യുമായി പിടിയിലായ റെയിൽവേ സീനിയർ TT അഖിൽ ജോസഫിനെതിരെ ലഭിച്ചത് നിരവധി പരാതികൾ. റെയിൽവേ മേഖലയിൽ അഖിലിന് ലഹരി ശൃംഖല ഉള്ളതായും പോലീസിന് സംശയം. ഇയാൾ ട്രെയിൻ മാർഗം ലഹരി കടത്തിയോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഏളംകുളത്ത് ഫ്ളാറ്റിൽ യുവാക്കളിൽ നിന്ന് ലഹരി പിടികൂടിയ ലഹരി ഗുളികകൾ ജർമ്മൻ നിർമ്മിതമാണെന്നും കണ്ടെത്തൽ. എറണാകുളത്ത് MDMA-യുമായി പിടിയിലായ TT അഖിൽ ജോസഫിനെതിരെ നേരത്തെയും നിരവധി പരാതികൾ ലഭിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. യോദ്ധാവ് എന്ന പോലീസ് പോർട്ടലിലാണ് പരാതികൾ ലഭിച്ചത്. അഖിലിനെ മുൻപ് ലഹരി ഉപയോഗിക്കുന്നുവെന്ന സംശയത്തിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താനായിരുന്നില്ല. കോയമ്പത്തൂർ എറണാകുളം റൂട്ടിലെ TT-യായ അഖിൽ 10 വർഷമായി റെയിൽവേ ഉദ്യോഗസ്ഥനാണ്. ഇയാൾ ട്രെയിൻ മാർഗം ലഹരി കടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. അഖിലിൻ്റെ സുഹൃത്തുക്കളെയും പോലീസ് നിരീക്ഷിക്കും. റെയിൽവേ മേഖലയിൽ അഖിലിന് ലഹരി ശൃംഖല ഉള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട്. വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്നതിനൊപ്പം ലഹരി വിൽപ്പനയും ഇയാൾ നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തൽ. അതേസമയം എളംകുളത്ത് ഫ്ളാറ്റിൽ യുവാക്കളിൽ നിന്ന് പിടികൂടിയ ലഹരി ഗുളികകൾ ജർമ്മൻ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നാർക്കോട്ടിക് വിഭാഗമാണ് ലഹരി ഗുളികകൾ ജർമ്മൻ നിർമ്മിതമെന്ന് കണ്ടെത്തിയത്. ബംഗളൂരിൽ നിന്നാണ് കൊച്ചിയിലേക്ക് ലഹരി ഗുളിക എത്തിച്ചതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. പ്രതികളിൽ ഒരാളായ മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷാമിൽ 8 മാസമായി ലഹരി കച്ചവടം നടത്തുന്നയാളാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗൾഫിൽ ഇയാൾ അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്നുവെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾക്കായി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. കഴിഞ്ഞ ദിവസമാണ് രഹസ്യവിവരത്തെ തുടർന്ന് എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്നും ഒരു വനിതയടക്കം 4 പ്രതികളെ എക്സ്റ്റസി പിൽ MDMA അടക്കമുള്ള ലഹരി മരുന്നുകളുമായി പിടികൂടിയത്. മീഡിയ 1 കൊച്ചി.